മലപ്പുറം വാഴക്കാട്ടെ 17-കാരിയുടെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷിക്കണമെന്ന ബാലാവകാശ കമ്മീഷന്റെ ശുപാർശയിൽ നടപടിയെടുക്കാതെ സർക്കാർ. കുറ്റവാളികളെ ശിക്ഷിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. ഒരു വർഷം മുൻപാണ് കാരാട്ടെ അധ്യാപകനെതിരെ പീഡന പരാതി കൊടുത്തതിന് പിന്നാലെ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2024 ഫെബ്രുവരി 19-നാണ് വാഴക്കാട് മുട്ടിങ്ങൽ കടവിൽ ദുരൂഹ സാഹചര്യത്തിൽ 17-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയുടേത് കൊലപാതകമെന്ന് കുടുംബവും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട്. പുഴയിലുണ്ടായിരുന്നത് മുട്ടിനു താഴെ മാത്രം വെള്ളം. മൃതദേഹത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. കൈ രണ്ടും കെട്ടി പിന്നീട് അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടി. കരാത്തെ അധ്യാപകൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശക്തമായ നിയമ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കാണുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്ത് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ടെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. തുടർ നടപടി നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി 5 മാസമായിട്ടും നടപടിയില്ല. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കൊലപാതകത്തിന് പിന്നിലുള്ള ആൾക്കാരാരാണെന്ന് കണ്ടുകിട്ടുന്നതിന് വേണ്ടി നല്ലൊരു അന്വേഷണം, ഒരു സിബിഐ അന്വേഷണം വേണമെന്നാണ് കുടുംബം എന്നുള്ള നിലക്കും ഉമ്മ എന്നുള്ള നിലക്കും ഞാൻ ആവശ്യപ്പെടുന്നത്. ആദ്യം വാഴക്കാട് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത കരാട്ട അധ്യാപകൻ സിദ്ദീഖ് അലി ഇപ്പോൾ വിയ്യൂർ ജയിലിലാണ്. മീഡിയ 1 മലപ്പുറം.